നമ്മുടെ ഹീറോ ഒരു ആർമി ഓഫീസറായിരുന്നു. അങ്ങനെ പുള്ളി എയർ ഹോസ്റ്റസ് ആയിട്ടുണ്ടായിരുന്ന പുള്ളിയുടെ വൈഫിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുകയാണ്. അങ്ങനെ ആ അറ്റാക്കിൻ്റെ ഇമ്പാക്റ്റിൽ പുള്ളിയുടെ വൈഫ് മരിക്കുകയാണ്. അതുമാത്രമല്ല പുള്ളിക്ക് അനങ്ങാൻ പറ്റാത്ത പോലെ പുള്ളി പാരലൈസ് ആവാണ് ആ അറ്റാക്കിൽ. അതേ ടൈമിൽ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് ഇതേപോലെ ടെററിസ്റ്റ് അറ്റാക്കുകളെയൊക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണ ആർമി മാനിനെ കൊണ്ട് പറ്റില്ല, ഒരു സൂപ്പർ സോൾജർ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ സോൾജർ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ പ്രോജക്റ്റ് മൂലം ഒരു സോൾജറിനെ വെച്ചിട്ട് ഒരു പട തന്നെ ഇല്ലാതാക്കാനുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യയിലുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു ചിപ്പ് കണ്ടുപിടിക്കുകയാണ്. ആ ചിപ്പ് ഒരു ഹ്യൂമൻ്റെ ബ്രെയിനിൽ വെക്കുകയാണെങ്കിൽ അവരൊരു സൂപ്പർ കമ്പ്യൂട്ടർ സൂപ്പർ സോൾജറിനെ പോലെ ആയി മാറും. പക്ഷേ അതൊരു നല്ല രീതിക്കുള്ള ഒരു ഹ്യൂമനിൽ പരീക്ഷിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കഴുത്തിന് താഴോട്ട് പാരലൈസ്ഡ് ആയിട്ടുണ്ടായിരുന്ന നമ്മുടെ ഹീറോയിൽ അത് പരീക്ഷിക്കുകയാണ്. ഹീറോയുടെ ബോഡിയിൽ ആ ചിപ്പ് കയറിയതും പുള്ളിയുടെ കൈയും കാലൊക്കെ പഴയതുപോലെ ആവാൻ തുടങ്ങുകയാണ്. അതിനേക്കാളും ഉപരി പുള്ളി ഒരുപാട് ഫാസ്റ്റും അജൈലും ആവാൻ തുടങ്ങുകയാണ്. മൊത്തം ഡാറ്റാസും പുള്ളിയുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പ്യൂട്ടറിൽ കാണുന്ന പോലെ പുള്ളിക്ക് പുള്ളിയുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും കാണാൻ തുടങ്ങുകയാണ്. അങ്ങനെ ഓരോ ഡാറ്റാസും അനലൈസ് ചെയ്ത് നോക്കുമ്പോഴാണ് ടെററിസ്റ്റൊക്കെ എന്തോ ഒന്ന് പ്ലാൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പുള്ളിക്ക് മനസ്സിലാവുന്നത്. പുള്ളി ബാക്കിയുള്ളവരൊക്കെ അലേർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ടെററിസ്റ്റുകളൊക്കെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ കയറി അറ്റാക്ക് ചെയ്തിട്ട് അവർ മൊത്തം ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരുടെ തലവനെ വിടാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് വേറെ വഴിയില്ലാതെ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ നമ്മുടെ സൂപ്പർ സോൾജർ ആ പാർലമെൻറ്റ് ഉള്ളിൽ ഒറ്റയ്ക്ക് പോയിട്ട് 83 തീവ്രവാദികളെയും കൊന്നിട്ട് അവരൊക്കെ രക്ഷിക്കുകയാണ്. പക്ഷേ ഓൾറെഡി ഈ കൂട്ടത്തിലുണ്ടായിരുന്ന തലവൻ ഒരു കെമിക്കൽ ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ബോംബ് ബ്ലാസ്റ്റ് ആയി കഴിഞ്ഞാൽ പകുതി ഡൽഹി തന്നെ ഇല്ലാതാവും. ഇത് മനസ്സിലാക്കിയിട്ട് അവനെ ട്രാക്ക് ചെയ്തിട്ട് നമ്മുടെ ഹീറോ പോയിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബോംബിൻ്റെ റിമോട്ട് എടുത്തിട്ട് ആ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ സോൾജർ പ്രോഗ്രാം സക്സസ് ആയതുകൊണ്ട് തന്നെ ഇവനെപ്പോലെ ഒരുപാട് സൂപ്പർ സോൾജേഴ്സിനെ ഇന്ത്യൻ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക.